ഞാൻ വീണ്ടും ഇത് എന്താ പറയുക എസ് ടി ആഞ്ചലോസ് മ്യൂസിയം ഇല്ലേ അങ്ങോട്ട് പോകുന്ന വയ്യാട്ട അവിടെ ഉള്ളൊരു ഇവിടെ അതിൻ്റെ വായിലിട്ടുന്ന ഹലോ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ തെണ്ടാൻ ഇറങ്ങിയതാണ്. ഇത് എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയപ്പോൾ ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ഇത് നമ്മൾ മറ്റേ കണ്ണൂർ കോട്ടയിലെ സ്റ്റേഞ്ചിലോ ഫോട്ടോ അതിൻ്റെ അവിടെ അടുത്തുണ്ടായിട്ടുള്ളൊരു ടീ ഷോപ്പ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ചായയും പിന്നെ നെയ്പത്തിലും തിന്നും. എന്താ നമ്മൾ ഇപ്പോൾ ബീച്ച് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാട്ടാ. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആ പോണവരും വരുന്നവരൊക്കെ നോക്കണ്ട ഈ പെണ്ണിന് എന്താണ് വട്ടായൊന്നും. അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തി. ബീച്ചിൽ രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സാധാരണ പോലെ തന്നെ നല്ല ആൾക്കാരുണ്ടായിട്ടോ. കുറേ ആൾക്കാർ ജോഗിങ്ങിന് വന്നവർ അങ്ങനെയൊക്കെ അയച്ച് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പണ്ട് ഇവിടെയൊക്കെ എന്താ പറയുക നല്ല രസമുണ്ട് പ്രകൃതി രമണീയത്തേക്ക് കാണാൻ. ഇപ്പം ഇവിടെ കുറേ ഷോപ്പ് വന്നിട്ടെന്തോ അലങ്കോലാക്കി വെച്ച പോലെ ഉണ്ട് കേട്ടോ. അതൊരു ബ്രിഡ്ജ് പോലുള്ള, ബ്രിഡ്ജ് എന്ന് പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ പോകാൻ, റോഡ് പോലെ. അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇന്ന് ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പോണവർക്ക് കണ്ട കുഞ്ഞു കുഞ്ഞു മുടികൾ. എൻ്റെ ഉപ്പാനെ കാണുന്നില്ല, അതാണ് വലിയ ഉപ്പ. ഞങ്ങൾ ഇവിടെ നിൽക്കിയെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞങ്ങൾ അവിടെ നിന്നു, പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറേ ഞങ്ങൾ നടന്നിട്ടാ. ഞാൻ വീഡിയോ എടുത്തിട്ടോ. കടലിലൊന്നും അങ്ങനെ ഇറങ്ങണ്ട, കാലങ്ങനെ വശിപ്പിച്ചൊക്കെ എന്നൊക്കെ വിചാരിച്ചു. ഇനി എന്താണെന്നറിയില്ല. വെള്ളം കണ്ടപ്പോൾ ഉള്ളിലുള്ള കുട്ടി അങ്ങോട്ട് പുറത്തിറങ്ങി. പിന്നെ പാൻറ്റും കയറ്റി വെച്ച് ഞങ്ങൾ മൂന്നാളും അങ്ങോട്ട് ഒരു ഇറക്കേനു. പിന്നെ മണലിൽ വാരിയിട്ട് അതുണ്ടാക്കൽ, മറ്റേതാക്കൽ, അങ്ങോട്ടാക്കൽ, തുള്ളി കളിക്കൽ തന്നെയുണ്ട് ഞങ്ങളെ പണി. എൻ്റെ അമ്മയാണെങ്കിൽ അതിലേറെ എൻ്റെ അമ്മ അല്ലോ സുബാനല്ല എന്നൊക്കെ പറയാണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. കാരണം വേലിക്കായിട്ടുള്ള സമയം ആവാനായിണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പാക്ക് പിന്നെ വാട്ട് എവർ യു ഡു ഗൈസ് അങ്ങനത്തെ. ആദ്യമൊക്കെ കടലമ്മനോട് മയത്തിലാണ് പെരുമാറിയതെങ്കിലും പിന്നെ ഞങ്ങൾ തനി സ്വരൂപം പുറത്തിറങ്ങിയിട്ടാ. പിന്നെ തുള്ളി കളിച്ചലേനു. പണ്ടിൻ്റെ ഒപ്പം എനിക്ക് പഠിപ്പിച്ചെന്നാണ് ഇങ്ങനെ കടലമ്മ എന്ന് വിളിച്ചാണ്. അതിൻ്റെ ശേഷം ഞാൻ കടലമ്മ എന്നാണ് വിളിച്ചത്. ഇത് ഉമ്മടുത്ത വീഡിയോ ആണ്, കാരണം അതിൻ്റെ അടുത്തേക്ക് ഞാൻ പോലില്ലേ. ഒരിക്കത്തെ എൻ്റെ വെഴുത്തെല്ലാം നല്ലോണം പനി ഇങ്ങനെ തന്നെ നല്ല ഉറക്കം തൂങ്ങിക്കണ ഒരു സമയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അയക്കൂടെ ഒക്കെ നടക്കാനൊരു പേടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവർക്ക് എനർജി കിട്ടിയാലുണ്ടല്ലോ, നമ്മളെ എനർജി ചോർത്തെടുക്കണ ആൾക്കാരാണ് ഇട്ടവല്. ഇനിയിപ്പോൾ ഇതാ ഇവല് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം അയക്കണ്. അതിന് മുമ്പ് നമ്മൾക്ക് ഇവിടുന്ന് വലിയ സ്കൂട്ടാവണേ. പേടിയുള്ളതുകൊണ്ടൊന്നുമല്ല, എന്നാലും ചെറിയ റെസ്പെക്റ്റ് ഇവരോടുള്ളതുകൊണ്ടാട്ടാ. എൻ്റെ അനിയത്തി വല്യമാർ പാത്രം കഴുകാൻ പോണ പോലെ ഇരിക്കുന്നുണ്ട് അവിടെ. ഇത് പിന്നെ അവിടെ നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. എപ്പോഴും എൻ്റെ അമ്മ ഇവിടെ വന്നാലും നോക്കട്ടെ, നല്ല രസമുണ്ട് കേട്ടോ കാണാനും. പിന്നെ ഉമ്മ പറയും ഇതുപോലെ കോളാമ്പിച്ചെടി ഉണ്ട് എന്ന് ഉണ്ടെന്ന് പറയും. നല്ല എന്താ പറയുക, നല്ല ഇൻട്രസ്റ്റ് വൈബൊക്കെ തരുന്നുണ്ടല്ലേ. അപ്പം അതിമിൽ ഉമ്മ കുറേ നേരം കളിച്ച്. ഞങ്ങളവിടെ കടലിൽ കളിച്ചിരുന്ന സമയം ഇമ്മ എന്ത് ചെയ്യുന്നു, ഈ പൂമ്പിൽ കളിച്ചേനു കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഇതൊക്കെ എൻ്റെ ഉമ്മ പണ്ട് കണ്ടാണല്ലോ. ഇപ്പൊ പ്ലാസ്റ്റിക് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇത് കാണണ എത്താപ്പ കാര്യം കഴിഞ്ഞപ്പോൾ അതിനെ നിലത്ത് കിട്ടും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മല ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ. കുറച്ച് നേരം ഞങ്ങൾ മല ഉണ്ടാക്കി കുറച്ച് വലുതായിപ്പോൾ മലേൻ്റെ നടുവ് കൂടി ഒരു പാലം കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പാലം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, എൻജിനീയേഴ്സാട്ടെ എൻജിനീയേഴ്സ്. അപ്പോൾ എല്ലാവരും ഓരോരോ പണിയിലാണ്. ബാക്കിൽ ആരോ എന്തൊക്കെ എഴുതുന്നുണ്ട് കേട്ടോളെ. ഇത് പിന്നെ ഇപ്പായിട്ട് എടുക്കണ്ടേ. ഉമ്മ മെല്ലെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടും പോയി. ഉമ്മ ഇപ്പോൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ്, ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സൂക്ഷിക്കണം. അത് കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. ഈ മറ്റേ എന്താ വർക്കൗട്ട് തലക്ക് പിടിച്ച് പ്രാന്തായതില്ലേ, അതാണ്. പിന്നെ മാറും എന്തായാലും.
ഇമ്മാക്ക് ഇതൊന്നും കണ്ടിട്ട് സഹിക്കണില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെത്തുമ്പോൾ ഉണ്ടാവും അവിടെയും ഇവിടെ എല്ലായിടത്തും മണലേക്കാരം തിന്നണ പാത്രത്ത് വരെ. പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോൾ പിന്നെ അടുത്തുള്ള വീട്ടിലെന്താ പറയുക ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അതിനും വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. പിന്നെ ഞാൻ ഇവളെ മുമ്പിൽ കുറച്ച് മുടിൻ്റെ സ്റ്റാൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാട്ടാ. അപ്പോൾ ഞങ്ങൾ അയൽവാസിയായിട്ടുള്ള ഓരോപ്പുറം പോവാന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഓരോ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുണ്ട് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയണേ. അപ്പം എനിക്ക് അവിടുന്ന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഫോണും. അപ്പോൾ ഞാനിതാ കുറച്ച് നേരം വീഡിയോ എടുത്തു. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു, അലീസ ഉണ്ടായിരുന്നു, ചിക്കനൊക്കെ ഇട്ടിട്ടാട്ടോ അലീസ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ട്സ്, ഞങ്ങളെ നെയ്ബർ കിഡ്സാണ്. അപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.